السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ദർശനം എന്ന ശീർഷകത്തിൽ അർഷദി കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ മീലാദ് സെമിനാറിൽ അതിവാദത്തിലെ അപകടങ്ങൾ എന്ന പ്രമേയം ചുരുങ്ങിയ വാക്ജകങ്ങളിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിവാദത്തിലെ അപകടങ്ങൾ. ഇസ്ലാം പരിപൂർണമാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ സംഹിതകളെല്ലാം സമ്പൂർണമാണ്. എങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കണം, പ്രവാചകന്മാരെ വിശിഷ്യ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ വിശ്വസിക്കണമെന്ന് സംശയത്തിനിടയില്ലാത്ത വിധം വിശുദ്ധ ഇസ്ലാം പ്രമാണങ്ങളിലൂടെ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലി. വിശ്വസിക്കപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളും സുദീർഘമായി വിശദീകരിച്ച് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പലപ്പോഴായി ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ വിശ്വസിക്കണമെന്ന് വ്യക്തിപരമായി തന്നെ പരാമർശിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ എന്ന ആ ഒരു വിശ്വാസം അള്ളാഹുവിൻ്റെ അടിമയും തിരുദൂതരം ആണ് എന്ന് വിശ്വസിക്കുന്നതിനപ്പുറം ഇലാഹോ ദൈവപുത്രനോ ദൈവാവതാരമോ ആണ് എന്ന് പിൽക്കാലത്തു വരുന്ന ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ ജാഗ്രതയോടുകൂടെയുള്ള ഉപദേശങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ വ്യക്തമായത് പഠിപ്പിക്കുകയും ചെയ്തു. റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ റജുലുൻ ഹുറുൻ ഊഹിയ ഇലൈഹി ബിശരീഅ വ ഉമിറ ബിത്തബ്ലീഗ്. പുരുഷനാണ്, സ്വതന്ത്രനാണ്. എന്നാൽ സാധാരണ സ്വതന്ത്രനായ പുരുഷനെ പോലെയല്ല, അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി ദിവ്യ സന്ദേശം ലഭിക്കുന്ന ആ ലഭിക്കുന്ന സന്ദേശങ്ങൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള പുരുഷനും സ്വതന്ത്രനുമാണ് റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിതങ്ങളെ പരിചയപ്പെടുത്താൻ അള്ളാഹു ആവശ്യപ്പെട്ടത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. പ്രവാചക പ്രഭോ, ഉമ്മത്തിനെ അങ്ങ് ബോധ്യപ്പെടുത്തണം. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ ഒരു മനുഷ്യനാണ് എന്ന വിഷയത്തിൽ നിങ്ങളെ പോലെയാണ്. യുഹാ ഇലയ്യ, എന്നാൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ദിവ്യ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനാണെന്നും സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി പടച്ച റബ്ബിൽ നിന്ന് നേരിട്ട് മെസ്സേജ് ലഭിക്കുന്ന ദൈവദൂതനാണെന്നും വിശ്വസിക്കണമെന്ന് ഈ ആയത്തിലൂടെ ഉമ്മത്തിനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് സാധാരണ മറ്റുള്ള മനുഷ്യരൊക്കെ മനുഷ്യരായതുപോലെ ഒരു മനുഷ്യരാണെന്ന് വിശ്വസിക്കരുത് എന്ന് ജാഗ്രതയോടുകൂടെ ഉമ്മത്തിനെ മുത്തനബി ബോധ്യപ്പെടുത്തി. ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനല്ല. നിങ്ങളൊക്കെ മനുഷ്യരാണ്, ഞാനും മനുഷ്യരാണ്. മനുഷ്യ മക്കൾക്ക്, മനുഷ്യരായ മാതാപിതാക്കൾക്ക് പിറവിയെടുത്ത മനുഷ്യൻ എന്ന കേവല ചിന്തയിൽ എന്നെ നിങ്ങൾ ദർശിക്കരുത്, വിശ്വസിക്കരുത്. മറിച്ച് ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളിൽ നിന്ന് ഒരാളെയും പോലെയല്ല ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ ഉമ്മത്തിന് ലഭിച്ച മുഴുവൻ നേട്ടങ്ങളും, ഈ ഉമ്മത്ത് എന്ന നിലയ്ക്ക് ആസ്വദിക്കുന്ന മുഴുവൻ അനുഭൂതികളും ഈ സമൂഹം ഇതര സമൂഹങ്ങൾക്ക് മുൻപിൽ പ്രതിസന്ധി ഘട്ടത്തിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തല ഉയർത്തി നിൽക്കാൻ ആവശ്യമായ മുഴുവൻ എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ഉമ്മത്തിന് ലഭിച്ചത് എന്നതുകൊണ്ട്
മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫലം തമസ്സ ബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹൽദൻ ഫീ ദീനിൻ ഔ ദുഫിഅ അന്നാ മക്റൂഹുൻ ഫീഹിമാ ഔ ഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. ഈ ലോകത്ത് മനുഷ്യൻ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന, ഈ മനുഷ്യൻ ഉപകരിക്കുന്ന, അതല്ലെങ്കിൽ ഈ മനുഷ്യൻ നേരിടേണ്ട വിപത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംരക്ഷണങ്ങളെല്ലാം അതിനെല്ലാം നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത്രയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് ഞാനൊരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കണമെന്ന് പ്രവാചകർ തന്നെ അവരുടെ തിരുനാക്കിലൂടെ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് പുറകിൽ വരാനിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ കാലേ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. നാമൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആത്മീയതയുടെ പേര് പറഞ്ഞ് വ്യാജ സ്വഭാവം സ്വീകരിക്കുന്ന മേഖലകളിലൊക്കെ ഉയർന്നു കേൾക്കുന്നത് പോലെ പലപ്പോഴും ഔലിയായിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ചുമത്തി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത വിശേഷണങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു മനുഷ്യരൂപത്തിൽ ജനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്ന്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവതാരമാണെന്ന്, അള്ളാഹുവിൻ്റെ അവതാരമാണ് മുഹമ്മദിലൂടെ ഈ സമൂഹത്തിലുണ്ടായത് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കുമാർ നബി തങ്ങൾ അവിടുത്തെ സ്ഥാനത്തോട് ആഗ്രഹിക്കാത്ത, അവിടുത്തെ മഹത്വത്തോട് ഇഷ്ടപ്പെടാത്ത വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ട് പലരും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. അത്തരം വാദഗതികളുമായി രംഗത്തു വരുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ആഘോഷിക്കുന്ന, ആത്മാർത്ഥമായി അവിടുത്തെ സ്നേഹിക്കുന്ന സുന്നി സമൂഹത്തെ പലരും അതിൻ്റെ പേരിൽ പഴിചാരാറുമുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം ഇപ്പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാണ് എങ്കിൽ സാധാരണ മനുഷ്യനല്ല, ദൈവമല്ല, ദൈവത്തിൻ്റെ അവതാരമല്ല, ദൈവപുത്രനല്ല, മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു അവതരിച്ചതല്ല എന്ന് അസന്നിഗ്ധമായി വിശ്വസിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് പറഞ്ഞത്. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ബിന മറിയം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3445 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ കാണാം, നസ്രാണികൾ മറിയമിൻ്റെ പുത്രൻ ഈസയെ അമിതമായി വർണ്ണിച്ചതുപോലെ, അസത്യമായി വിശേഷിപ്പിച്ചതുപോലെ, സത്യത്തോട് യോജിക്കാത്ത വിധം മദ്ഹ് ചെയ്തതുപോലെ നിങ്ങൾ എന്നെ വർണ്ണിക്കരുത്, എന്നെ വിശേഷിപ്പിക്കരുത്. ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അവിടുത്തെ ഫത്ഹുൽ ബാരിയുടെ 6-ാം വാള്യം 606-ാം പേജിൽ ഇവിടെ അൽ ഇത്റാഉ ലാ തുത്റൂനി എന്ന് പറഞ്ഞതിനെ ഇത്റാഉ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മദ്ഹു ബിൽ ബാത്തിൽ, അസത്യമായി വർണ്ണിക്കലാണ്, മദ്ഹ് ചെയ്യലാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്നെ നിങ്ങൾ അസത്യമായി വർണ്ണിക്കരുത്, ഇല്ലാത്ത ഗുണങ്ങൾ എന്നെ പേരിൽ ചാർത്തിക്കൊണ്ട് നിങ്ങളെങ്ങനെ വിശേഷിപ്പിക്കരുത്. അങ്ങനെയാണ് നസ്രാണികൾ ഈസ ഇബ്നു മറിയമിനെ വിശേഷിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഖാലത്തിൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ് ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം യുലാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബ്ൽ ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. ഉസൈർ അള്ളാഹിൻ്റെ പുത്രനാണ് എന്ന് യഹൂദികൾ പറഞ്ഞു, മസീഹ് ഇബ്നുല്ലാഹ് ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. രണ്ട് വിഭാഗവും ഈ രണ്ട് വാദഗതികൾ മുന്നോട്ട് വെച്ചതിലൂടെ അവർ നിഷേധികളാണ്, സത്യത്തോട് മത്സരിക്കുന്നവരാണ്, അസത്യത്തിൻ്റെ പക്ഷത്താണ് എന്ന് ഖുർആൻ അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ വിശേഷിപ്പിച്ചതുപോലെ എന്നെ നിങ്ങൾ വിശേഷിപ്പിക്കരുതെന്ന്. ഈ ആശയം ഉത്ബോധിപ്പിക്കുകയാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മനോഹരമായ കവിതകളിലൂടെ വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇൽമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഹൂദികളും ക്രിസ്ത്യാനികളും മൂസാ നബിയെയും ഈസാ നബിയെയും ഉസൈറിനെയും ഒക്കെ വിശേഷിപ്പിച്ചതുപോലെ നിങ്ങൾ സത്യമല്ലാത്ത വിശേഷണങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കരുത് എന്നാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ വിശ്വസിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഉമ്മത്തിന് മുൻകാല പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്.
ജാഗ്രതയോടുകൂടെ നബി തങ്ങളുടെ വിശ്വാസം സത്യമായി സംരക്ഷിക്കപ്പെടണമെന്നതുകൊണ്ടാണ് മുത്തുനബി തങ്ങളുടെ വിയോഗത്തിൻ്റെ ഉടനെ തന്നെ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ചില സഹാബികൾക്ക് പോലും ഈ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് വല്ലാഹി വല്ലാഹി മാ മാത മുഹമ്മദുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടില്ല. വലാകിന്നഹു ദഹബ ഇലല്ലാഹി കമാ ദഹബ മൂസ ഇലല്ലാഹി സുബ്ഹാനഹു വഅർബഈന ലൈല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 ദിവസം അള്ളാഹുവിനോട് സംവദിക്കാനും സംസാരിക്കാനും തൂരിസീന മലയിൽ പോയതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രത്യക്ഷമായതാണ്. വലയർജിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ മടങ്ങി വരിക തന്നെ ചെയ്യും എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങ് ഉച്ചസ്ഥിരം അണികളോട് ആഹ്വാനം ചെയ്തപ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിയിട്ട് ഇതിന് അപവാദമായി ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ശരിയാക്കുമെന്ന് പോലും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൻ്റെ മുത്തുനബിയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ അല്ലാഹു തആല ഒരു നിയോഗമായി നിയോഗിച്ചതുപോലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് മൻ കാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത് വമൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ അന്ത്യമില്ല, അവന് മരണമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻപ് കഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ പടച്ച റബ്ബിന്റെ ദീന് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള മാധ്യമമായി പടച്ച റബ്ബ് സെലക്ട് ചെയ്ത് പറഞ്ഞയച്ച ദൂതൻ മാത്രമാണ്. അല്ലാഹു അല്ല, അല്ലാഹുവിനെ പോലെ എന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നവരും അല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമെന്ന സൂചന നൽകുന്ന പരിശുദ്ധ വചനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അടികളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചത്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നാം വർത്തമാന കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകരിൽ അള്ളാഹുവിൻ്റെ അവതാരം അള്ളാഹു അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ദൈവാവതാരമാണെന്ന് പോലെയുള്ള വാദഗതികളിൽ ഈ വിശ്വാസി സമൂഹം വഞ്ചിതരായി പോകരുത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരിക്കലും അത്തരം വിശ്വാസമില്ലെന്ന് മാത്രമല്ല, അത്തരം വിശ്വസിക്കുന്ന വിശ്വാസികളെ നഖശികാന്തം എതിർക്കുകയും അവർക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്നവരാണ് ഈ പ്രസ്ഥാനം എന്നത് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ഈ തലവാചകത്തെ തന്നെ ഈ ഒരു ചെറിയ വിശദീകരണം നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസത്തെ കളങ്കരഹിതമായി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.